നമസ്കാരം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന പ്രഖ്യാപനം ഉടനുണ്ടാകാൻ സാധ്യത. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനായി ലീഗ് രംഗത്ത് വന്നതോടെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രശ്നത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ ഹൈക്കമാൻഡ് കുഴങ്ങിയത്. മുഖ്യമന്ത്രി തീരുമാനം വൈകിയതോടെ മലപ്പുറത്ത് ഇന്ന് ലീഗ് നേതൃയോഗം വിളിച്ചുകൂട്ടിയിട്ടുമുണ്ട്. ഈ യോഗ തീരുമാനം കൂടി ഹൈക്കമാൻഡ് കാത്തേക്കുമെന്നാണ് സൂചന. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ഇന്ന് നടന്നേക്കും. ഇതിനുശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടായേക്കുക. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെത്തിയ ശേഷം പ്രഖ്യാപനം നടത്തുമെന്ന വാർത്തയുമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരു പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയെങ്കിലും ആ പേര് ആരെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. KC എത്തിയാൽ കടുത്ത പ്രതിഷേധം ലീഗിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകും. 22 MLA-മാരുള്ള UDF-ലെ പ്രമുഖ കക്ഷിയെ അവഗണിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ട് തനിക്ക് വന്ന പ്രതിഷേധം പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയെ അറിയിച്ചതായാണ് വാർത്തകൾ വന്നത്. പ്രിയങ്ക നിലവിൽ വയനാട് MP-യാണ്. ലീഗിനെ വെറുപ്പിച്ച് ഒരു തീരുമാനം വന്നാൽ അത് പ്രിയങ്കയെ കൂടി വ്യക്തിപരമായി ബാധിക്കുന്ന അവസ്ഥയുമുണ്ട്. വയനാട് ഇപ്പോൾ തന്നെ പോസ്റ്ററുകൾ ഉയർന്നിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെയാണ് പോസ്റ്ററുകൾ. KC നിങ്ങളുടെ പെട്ടിയെടുക്കുന്ന ആളായിരിക്കും, പക്ഷേ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് മാപ്പ് നൽകില്ലെന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധി ഗൗരവത്തിൽ എടുത്തിട്ടുമുണ്ട്. സോണിയാഗാന്ധിയും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സോണിയാഗാന്ധി മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും V.D. സതീശനുമെല്ലാം ഒരുപോലെ പ്രതീക്ഷയിലാണ്. മുഖ്യമന്ത്രിയായി ആരെ പ്രഖ്യാപിച്ചാലും മറ്റു 2 നേതാക്കളും തീരുമാനം അംഗീകരിക്കുമെന്ന് ഹൈക്കമാൻഡിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിലും തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാതെ കുഴയുന്ന അവസ്ഥയിലാണ് ഹൈക്കമാൻഡ്. KCയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ ഹൈക്കമാൻഡ് നിലവിൽ ശ്രമമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. എല്ലാവരുടെയും അഭിപ്രായം ആരായുക മാത്രമാണ് ചെയ്തത്. K. മുരളീധരനും MM ഹസനും തിരുവഞ്ചൂരും VM സുധീരനും അടക്കമുള്ള നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും അഭിപ്രായം ആരായുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പേര് പ്രഖ്യാപിച്ചാൽ കേരളത്തിൽ നിന്നും എതിർപ്പ് ഉയരരുത്. ഇതാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം. എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയതിനാൽ കേരളത്തിൽ നിന്നും ശക്തമായ ഒരു ജനവികാരം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് കണക്കിലെടുത്ത് കഴിയും വേഗം പ്രഖ്യാപനം നടത്താൻ തന്നെയാണ് ഹൈക്കമാൻഡ് നീങ്ങുന്നതും.